ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ? ഇനി പോകുമ്പോൾ അവിടുന്ന് വേറെ കുറേ കാഴ്ചകളെല്ലാം നമുക്ക് വീഡിയോ പിടിച്ചിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പ ഇന്നാൾ പറഞ്ഞ കുറച്ച് രസകരമായ കാര്യങ്ങളുടെയൊക്കെ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അയ്യപ്പൻ കോവിലിൽ നിന്ന് ചിറ്റപ്പനാട്ട് പാപ്പച്ചനും ആശാൻ ചിറ്റപ്പനും എല്ലാവരും കൂടെ കട്ടപ്പന വന്നേച്ച് നേരെ കോട്ടയം പോകുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുവാണ്. അപ്പോൾ അതിൽ ഒരു മാന്യനൊരാൾ അതിൽ എനിക്ക് പിന്നെ ഇരിപ്പുണ്ടായിരുന്നു ആ ബസ്സിൻ്റെ മുൻ സീറ്റിൽ. അപ്പോൾ കുറേ ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടമേളോ അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചിനെയും കൊണ്ടൊരു തള്ള കയറി. അതൊരു 5-6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അപ്പോൾ ആൾ തിക്കി കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ ആ സീറ്റിൽ നിന്ന് എണിച്ചു കൊടുത്തു, അവർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിന്. അങ്ങനെ അവർ യാത്ര ചെയ്ത് തുടർന്നു. കുറേ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചിന് മുലയും കൊടുത്തുകൊണ്ട് അവരവിടെ ഇരിക്കുകയല്ല. ഇവർ ഉറങ്ങിപ്പോയി. അപ്പോൾ ഇയാളിങ്ങനെ നോക്കുമ്പം കൊച്ചിൻ്റെ വായിൽ നിന്ന് മുല വിട്ടുപോയി. കുറച്ച് നേരോടെ നോക്കി അവർ എണിക്കുവാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് അവർ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഓരോ തുള്ളി പാല് ഇതിൻ്റെ മുഖത്ത് ചാടണമുണ്ട്. ഇയാൾ ഒരു ഉപകാരം ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ആ മുലക്കണ്ണ് പയ്യെ കൊച്ചിൻ്റെ വായിലേക്ക് തട്ടി എടുത്തു വെച്ച് കൊടുത്തു. പുറകിൽ നിന്ന് ഒരൊറ്റ അടിയാണ് പുറകിലേക്കിട്ട്. നീ എന്നതാടാ കാണിച്ചെന്ന് ചോദിച്ചു. അടിച്ച് പൂരച്ചത. അപ്പോൾ പുള്ളി പറയുക, ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ഉപകാരവും മനുഷ്യർക്ക് ചെയ്യാൻ കൊള്ളൂല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ സംഭവം. പിന്നെ വേറൊരു സംഭവം ഉണ്ടായത്, വാഴത്തോപ്പിൽ 2 പേര് ഒരു വലിയ മോശമല്ലാത്ത 2 പേരാണ് അവർ. എന്ന് പറഞ്ഞാൽ കള്ളുങ്കലം പറിക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം ജോലിയാണ്. ഒരിടത്ത് ഈ പറഞ്ഞ ഓണക്കാലമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ചെത്തുകാരൻ രാവിലെ ചെന്ന് നോക്കുമ്പം പല കള്ള് കാണില്ല. ചെത്ത് എല്ലാം കലമൊക്കെ കാലിയായിരിക്കും. ഒരു ദിവസം 2 ദിവസമൊക്കെ ആണെങ്കിൽ സാരമില്ല. ഈ 2 പേര് ഇതിനെ മെനക്കെട്ട് നടക്കുക. അവർ കാലത്ത് രാത്രി പോയിരുന്ന് ഉള്ളത് ഊറ്റിയെടുത്ത് 10-15 ലിറ്റർ കള്ള് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഉള്ളിലാകും. മട്ടുത്തു ചെത്തുകാരൻ. അവസാനം ഈ കള്ളുങ്കലത്തിനകത്ത് ശാലം കടലാവണക്കും കുരു അങ്ങ് അരച്ച് കലക്കിയിട്ടു. നല്ല വൃത്തിയായിട്ട് അങ്ങ് അരച്ച് കലക്കി ഇട്ടേച്ച് 5-6 ദിവസത്തേക്ക് കള്ള് എടുക്കണില്ലെന്ന് വെച്ചാൽ മതി. അത് ചെത്തിയാൻ കളഞ്ഞേച്ച് പോരും. പുള്ളി ഈ പതിവുകാർ കയറി ഇരുന്ന് സുഖമായിട്ട് കഴിച്ചേച്ച് അവിടുന്ന് വീടുകളിലെത്താൻ ഏതാണ്ട് ഒരു 2.5-3 കിലോമീറ്ററൊക്കെ അകലമുണ്ട്. അപ്പോൾ ഒരു ശകലയുടെ അങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വയറിളകണ പോലെ ഒരു തോന്നലോ. കൂട്ടുകാരനോട് പറഞ്ഞു, എന്നാണോ വയറ്റിൽ നിന്ന് ഒരു ചെറിയൊരു സ്വരം കേൾക്കണമല്ലോ കൊടുകൂടുന്ന്. അത് മധുരക്കള്ളായതുകൊണ്ടാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ അപ്പോൾ അവിടെ വന്നിരുന്നു. എണീറ്റു, തോട്ടിലിറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കൂടെ പോയി. അപ്പോഴും ഇത് തന്നെ സ്ഥിതി. അപ്പോൾ അന്നേരത്തെ ഈ കള്ള് ബാക്കിയുള്ളത് കുടിക്കും. ഇപ്പം നടന്ന് അങ്ങനെ അങ്ങ് പോവുകയാണ്.
കുറേ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിടിച്ചാൽ നിൽക്കില്ലാത്ത അവസ്ഥയായി. ഒരു 6-7 പ്രാവശ്യത്തെ ഇതായി. അങ്ങനെ ഒരു പ്രകാരത്തിൽ അപ്പോൾ ഈ കുടിക്കുന്നതോറും ഒക്കെ പിന്നെ വയറ്റിൽ നിന്ന് പോകുന്നതോറും ഇത് കുടിച്ചുകൊണ്ടിരുന്നു, മധുരക്കള്ളാന്നും പറഞ്ഞ്. ലാസ്റ്റ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എണീറ്റ് നടക്കാൻ പാടില്ലാത്ത അവസ്ഥയായി. ഞാനിത്തോടുണ്ട് ഈ ചിങ്ങമാസം കാലമൊക്കെ ആയത് കാരണം വെള്ളം അത്രയൊക്കെ കുറേ വെള്ളമൊക്കെ ഉള്ളൂ. ലാസ്റ്റ് പറഞ്ഞു, മക്കളെ ചാച്ചനാം പുറകുവശം വെച്ച് കിടന്ന് ഉറങ്ങാൻ പോവുക തോട്ടിൽ എന്ന് പറഞ്ഞു. എണിച്ചിരിക്കാൻ പറ്റില്ല. ആ തോട്ടിൽ പോയിരുന്ന് അങ്ങനെ അവിടെ വെച്ച് ആ പുറകുവശം വെള്ളത്തിലേക്ക് വെച്ച് കിടക്കുക എന്നാ വന്ന്. ഒരു ഗുണ്ട ഉണ്ടായിരുന്നു വാഴത്തോപ്പിലല്ല, ഉടുമ്പന്നൂർ. വലിയ ഗുണ്ടായ അയാൾ ഒരു ഓലപ്പിച്ചാത്തിയൊക്കെ എലി തിരികി എല്ലാവരും ജൂബായും ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ലേഡീസ് കോടിയും കയ്യിലെടുക്കും, ആരെ പേടിപ്പിക്കും. നമുക്കൊരു കേസിന് ഈ കക്ഷീനെ പിന്നെ കിട്ടി. അപ്പോൾ നമ്മളെ പേടിപ്പിക്കാനായിട്ട് 2-3 പ്രാവശ്യം കഥാപുരുഷൻ രംഗത്ത് വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും ചാക്കോപ്പിയും കൂടെ ഞങ്ങൾ വാഴത്തോപ്പിൽ നിന്ന് നടന്ന് ഉടുമ്പന്നൂർ ചെല്ലുമ്പം ഉടുമ്പന്നൂർ വീട്ടിൽ അടുത്ത കണ്ടത്തിൽ ഒരു മാടമുണ്ട്. അതേ കിടക്കുമ്പോൾ ഈ ഗുണ്ട പയ്യെ നമ്മുടെ പറമ്പിക്കിടെയാണ് കയറി നടന്നു വന്നത്. ഇവനെ ഒന്ന് കാണാനായിട്ട് ഞങ്ങളും ഇരിക്കുക. ഇവൻ ഭയങ്കര പുള്ളിയാന്നൊക്കെ അറിഞ്ഞു നമ്മളെ. അപ്പോൾ ഇവൻ അവിടുത്തെ വലിയ രാജാവായിട്ട് നിൽക്കുക. കണ്ടീഷൻ വെളുപ്പ് ഒക്കെ ആക്കി ഒരു ജൂബായും ഒരു മുണ്ടും ഒക്കെ ആയിട്ട് ഈ ഓലപ്പിച്ചാത്തി പുറമേ കാണാം, പിന്നെ അതിൻ്റെ പിടിയൊക്കെ അതുപോലെ തിരികി പോരുക. ഉടുമ്പന്നൂർ പിന്നെ നമ്മുടെ പറമ്പിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാക്കോപ്പിയോട് പറഞ്ഞു, എടാ ഒന്ന് വിരട്ടി നോക്കാം, ചിലപ്പോൾ വീഴും, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം, ഒത്തു എന്ന് പറഞ്ഞു. കണ്ടത്തിൽ നിന്ന് ഇങ്ങനെ കയറി തെങ്ങുംതോപ്പിലേക്ക്, നമ്മുടെ തന്നെ തെങ്ങുംതോട്ടത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോണത് ഇട്ടിയല്ലേ എന്ന് ചോദിച്ചു. അവൻ മൈൻഡ് ചെയ്തില്ല. അവിടെ നിന്ന് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. എടാ അപ്പോൾ എന്നോട് ചാക്കോപ്പി പറയാ, എടാ വേണ്ടാ കുഞ്ഞെ, അവൻ പോട്ടറാ വല്ലയിടത്തിനും, അവൻ വല്ലയിടത്തിനും പോട്ടറാ, നമ്മളൊന്നും ചെയ്യണ്ടാ, അവനെ നമ്മൾ പിടിക്കണ്ടാ, അവനെ പിടിച്ചോളൂടാ നമ്മൾ എന്നൊക്കെ പറയണുണ്ടവൻ. നീ അവിടെ നില്ലടാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടി. ഇപ്പോൾ ഇവൻ ശകലോടെ സ്പീഡ് കൂട്ടി ഓടാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇവിടെയെങ്കിലും നിൽക്കില്ല എന്ന്. നിന്നോട്ടാണ് അവിടെ നിൽക്കാൻ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കുകയും ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ കൂപ്പിൻ്റെ ഒരു അരികിക്കട് ചാടിയിട്ട് അന്തം വിട്ട ഓട്ടമാണ്. കാലേ കിടന്ന് 2 ചെരുപ്പും പോയി, തല മുതൽ ഈ ചെളി കണ്ടത്തിലെ ചെളി ദേഹത്തോടെ ഒഴുകി ആൾ ഉടുമ്പന്നൂർ ടൗണിൽ ചെന്നു. അല്ല, മൂവാറ്റുപുഴ ആറ്റിൽ അത് നനച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി മീൻപിടുത്തക്കാരനാണ്. കാർന്നവർ വീശുവലയൊക്കെ ഉണ്ട്. ഇപ്പം മീൻ പിടിക്കാനായിട്ട് ആരോ പറഞ്ഞത് ഇങ്ങനെ കുഞ്ഞപ്പേട്ട അവിടെ നനച്ചിട്ടുണ്ട്, മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്, ഞങ്ങളും വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളിനെ ചാട്ട കയറ്റി. പുള്ളി കാലത്തെ അതിന് തയ്യാറായി ചെല്ലുമ്പോൾ ഒരു ചെത്തുകാരൻ ഇങ്ങനെ ഇങ്ങോട്ട് വരുക. നേരെ കള്ളും എടുത്തൊരു പാളയ്ക്കകത്ത് കള്ളുമായിട്ട് ഇഞ്ഞ് വരുന്ന വഴിക്ക്, കുഞ്ഞപ്പനാരാണോ? അതെ. എന്നാൽ കാലത്ത് വീശാൻ പോവുകയാണെങ്കിൽ ഇത് കൂട്ട് ഒന്ന് പിടിച്ചേച്ച് പൊക്കോളാൻ പറഞ്ഞു. എൻ്റെ മക്കളെ, എനിക്ക് മുട്ടയിൽ വെച്ച് കുടിക്കാൻ അറിയാൻ പാടില്ല കള്ള് പാള. എന്നാലും ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ വയറ് നിറച്ച് കുടിച്ചു. അവിടുന്ന്
അപ്പോൾ 2-3 പേരും കൂടെ വഴിക്കുന്ന കൂടാനായിട്ട് നിങ്ങൾ ഇന്ന കടവിൽ കണ്ടേച്ചാൽ മതി, ഞാനങ്ങോട്ട് വരുവാണ് എന്ന് പറഞ്ഞു. അവിടുന്ന് ഈ അന്ന് ഈ വഴിയുടെ സൈഡിലൊന്നും കക്കൂസും മറ്റൊന്നും ഇല്ലല്ലോ. അല്ലേ വെളുപ്പിലല്ലേ, ഈ ആഹാരമൊന്നും കഴിക്കാതെ കള്ളു കുടിച്ചത് കാരണം വയറിളകി. പുള്ളി ഈ പാണലിൻ്റെ ഒക്കെ മറയിൽ പയ്യെ ഇരുന്ന് റോഡ് സൈഡിലിരുന്ന് വെളിക്കിറങ്ങി. അത് അവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും കൂടെ ആഹൂന്നും പറഞ്ഞ് കൂടി. എൻ്റെ മകളെ, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റണമല്ലടാ, ഞാനിങ്ങനെ എന്നും താനൊന്നും പറയണ്ട, തന്നെ കൊണ്ടിപ്പോൾ കോരിച്ച് വിടുള്ളൂ, അതൊക്കെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ബാക്കിയുള്ളവരും കൂടെ കൂടി മൂവാറ്റുപുഴ പഴയ പാലത്തിൻ്റെ അവിടെ വന്നപ്പോഴത്തേക്കും ഒരു 10-100 പേര് എന്നെ തല്ലിയേ പോവുള്ളൂ. ഞാൻ പെട്ടു എന്നെനിക്ക് മനസ്സിലായി. വേറെ ആരും അവിടെ സഹായിക്കാനുമില്ല. എൻ്റെ കയ്യിലൊരു ഓലപ്പിച്ചാത്തിയുണ്ട്, ഈ അടയ്ക്കാ വെട്ടണത്. ഞാനത് എടുത്തേച്ച് ഞാൻ എല്ലാത്തിനും നോക്കി. അപ്പോൾ എന്നെ അവർ ഇനി അയാളെ കൊണ്ട് അത് അവിടുന്ന് എടുപ്പിക്കണം, ഇതാണെന്നുള്ള ഓരോ അഭിപ്രായങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പുറം ഇപ്പുറം ആളുകൾ വന്ന് നിൽക്കുക. പിന്നെ എനിക്ക് പോകാനും വഴിയില്ല, കത്തിയും കൊണ്ടൊന്നും ചെയ്യാനുമില്ല. ഇവർ ആ കത്തി എടുത്തിട്ട് ഞാൻ ആ ആറ്റിലേക്ക് ഒരു ഒറ്റ ഏറങ്ങ് കൊടുത്തു. ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പാടാ, എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് 2 ചാട്ടവും മറിച്ചിലും. എനിക്ക് അന്നേരം അതാ തോന്നിയത് എൻ്റെ മക്കളെ. ഞാൻ നോക്കുമ്പോൾ 4 വഴിക്ക് ഓടിക്കളഞ്ഞു. എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പണി ആ കത്തി എടുത്ത് കളഞ്ഞു. ചിലപ്പോൾ ഇല്ലെങ്കിൽ ആ കത്തി മേടിച്ചിട്ട് അവന്മാർ എനിക്കിട്ട് വല്ലതും ചെയ്തെങ്കിലും എന്ന് വിചാരിച്ച് ഞാൻ കളഞ്ഞതാണ് എന്ന് പറഞ്ഞു. പുള്ളി ധൈര്യമായിട്ട് നിന്നിട്ട് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പുള്ളിയുടെ ആളുകൾക്കുമൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഉള്ള സ്വീകരണം ഭയങ്കര അഭ്യാസിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പപ്പായ ഇപ്പോൾ പറഞ്ഞ രസകരമായ പപ്പായുടെ നോട്ടിത്തരങ്ങളും ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം ഇതുപോലെയുള്ള ചില രസകരമായ അവരുടെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇനി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും അറിയിക്കണം. അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.